എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളൊക്കെ തന്നെ പല ആളുകളും പലതരത്തിലുള്ള അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടാണ് നിൽക്കുന്നുണ്ടാവുക. എന്താണ് ഈ അസ്ത്രം, എന്താണ് ഈ ശസ്ത്രം എന്നാദ്യം പറയാം. അസ്ത്രം എന്നുള്ളത് ദൂരെ നിൽക്കുന്ന ഒരു ശത്രുവിനെ പരിക്കേൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അസ്ത്രം. ശസ്ത്രം എന്നുള്ളത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ശത്രുവിനെ അദ്ദേഹമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ശസ്ത്രം എന്നാണ് പറയാറുള്ളത്. ഏതായാലും ഈ അസ്ത്രശസ്ത്രങ്ങളൊക്കെ നിരവധിയുള്ള ഒരുപാട് ഈശ്വര സങ്കല്പങ്ങളും പുരാണ കഥാപാത്രങ്ങളൊക്കെ നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ആയുധത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റാരും തന്നെയല്ല, സാക്ഷാൽ അർജുനനും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഗാണ്ഡീവം എന്ന് വിളിക്കപ്പെടുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ആ ധനുസിനെ കുറിച്ചുമാണ് കഥേമമ്മയുടെ ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അർജുനൻ വില്ലാളി വീരനാണ്, വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേര് തന്നെ. പല മുത്തശ്ശിമാരൊക്കെ കുട്ടികൾക്ക് ഭയം ഉണ്ടാവുന്ന സമയത്ത് ആ ഭയത്തിൽ നിന്ന് മറികടക്കാനായിട്ട് അർജുനന്റെ പേരുകൾ ജപിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി, വിജയൻ, ഇങ്ങനെ പോവും. അപ്പം അത്രയധികം വില്ലാളി വീരനാണ്, ഒന്നിൻ്റെയും മുമ്പിൽ ഭയക്കാത്ത ആളാണ്. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ സധൈര്യം നേരിടുന്ന ആളായിരുന്നു അർജുനൻ. ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം കുറച്ച് പകച്ചു പോയത്, അത് ഭാരത യുദ്ധത്തിലാണ്. ഭഗവാൻ ഗീത ഉപദേശിക്കുന്ന രംഗമൊക്കെ നമുക്കറിയാം. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഈ കരുത്തിൻ്റെ അടയാളമായി, തൻ്റെ കഴിവിൻ്റെ ഒരു ഏറ്റവും മികച്ച ഒരു പ്രതീകമായി അദ്ദേഹം സദാ കൊണ്ടു നടന്നിരുന്ന ഒരു ആയുധമാണ് ഗാണ്ഡീവം എന്ന് വിളിക്കപ്പെടുന്ന ധനുസ്. ആ ധനുസാണ് അർജുനന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. നിരവധിയായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ, ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെ അദ്ദേഹത്തിന് അറിയായിരുന്നു. അതൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഗാണ്ഡീവം എന്ന് വിളിക്കപ്പെടുന്ന ധനുസിൽ നിന്നാണ്. എവിടെ നിന്നാണ് ഈ ഗാണ്ഡീവത്തിന്റെ ഉൽപ്പത്തി? പല ആളുകൾക്കും അറിയാം. കഥ പറഞ്ഞു വരുമ്പോൾ ഗാണ്ഡവ വനം ദഹിപ്പിക്കാനായിട്ട് അഗ്നിദേവൻ കൃഷ്ണന്റെയും അർജുനന്റെയും സഹായം തേടുന്നു. ആ സമയത്ത് അർജുനൻ പറയുന്നു, എനിക്ക് ഇന്ദ്രനെ തടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ശക്തിയുള്ള ഒരു ധനുസ് വേണം. ആ സമയത്ത് അഗ്നിദേവൻ ഈ ഗാണ്ഡീവം എന്ന് പറയുന്ന ധനുസ് അദ്ദേഹത്തിന് കൊടുത്തു, അർജുനന് കൊടുത്തു എന്നാണ്. എവിടെ നിന്നാണ് അർജുനന് ഗാണ്ഡീവം എന്ന് പറയുന്ന ധനുസ് അഗ്നിദേവൻ എടുത്തു കൊടുത്തത്? അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നല്ല, അത് വരുണന്റെ കയ്യിൽ നിന്നാണ്. വരുണന് എവിടെ നിന്നാണ് ഈ ഗാണ്ഡീവം കിട്ടിയത് എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. നല്ല രസമാണ്. ഗാണ്ഡീവം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ബ്രഹ്മാവാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ കാരണമാണ് പ്രധാനം. വെറും കഥ കേൾക്കുക എന്നുള്ളതല്ലല്ലോ. ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് ഉണ്ടാക്കിയിട്ടുള്ള ആയുധമാണ് ഗാണ്ഡീവം. അങ്ങനെ ബ്രഹ്മാവ് അത് കുറച്ചു കാലം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് അദ്ദേഹം അത് പ്രജാപതിക്ക് കൊടുത്തു. പ്രജാപതി അത് കുറെ കാലം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം അത് ധർമ്മ സംരക്ഷണത്തിനായിട്ട് ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ ഉപയോഗിച്ചു. ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ചന്ദ്രന് അദ്ദേഹം അത് കൊടുത്തു. ചന്ദ്രൻ ഉപയോഗിച്ചു. ചന്ദ്രന്റെ കയ്യിൽ നിന്നാണ് വരുണന് ഈ ഗാണ്ഡീവം ലഭിക്കുന്നത്. ഈ വരുണന്റെ കയ്യിൽ നിന്നാണ് അഗ്നിദേവൻ ഈ വനം ദഹിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഈ വില്ല് വാങ്ങിയിട്ട് അർജുനന് കൊടുക്കുന്നത്. വലിയൊരു മഹത്തരമായിട്ടുള്ള വില്ലാണ്. 108 ഞാണുകളാണ് അതിലുള്ളത് എന്നാണ് പറയുക. അർജുനെ പോലൊരു വില്ലാളി വീരനല്ലാതെ അത് ആർക്കും എടുത്തുയർത്താനോ അതിൻ്റെ ഞാണുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനോ സാധിക്കില്ലായിരുന്നു എന്നാണ്. 108 ഞാണുള്ള ഗാണ്ഡീവത്തിലെ ഒരു ഞാണ് മഹാഭാരത യുദ്ധകാലത്ത് അശ്വത്ഥാമാവ് അർജുനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു ഞാണ് പൊട്ടിച്ചിട്ടുണ്ട് എന്നാണ്. ആ ഒരു ഞാണ് പൊട്ടിച്ചതിന് ആ കൗരവപ്പടയിലുള്ള മുഴുവൻ ആൾക്കാരും, എന്തിന്, അർജുനൻ പോലും അശ്വത്ഥാമാവിനെ പ്രശംസിച്ചു എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അത്രയധികം പ്രയാസമാണ് ഗാണ്ഡീവത്തെ നേരിടുക എന്ന് പറയുന്നത്. മഹാഭാരത യുദ്ധം ആയിക്കോട്ടെ, വിരാട യുദ്ധം ആയിക്കോട്ടെ, അശ്വമേധ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങളും അർജുനൻ ജയിച്ചിട്ടുള്ളത് ഗാണ്ഡീവം ഉപയോഗിച്ചുകൊണ്ടാണ്. പല സമയത്തും അർജുനൻ സത്യങ്ങൾ പോലും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഗാണ്ഡീവത്തിന്റെ മുകളിലാണ്. ഗാണ്ഡീവത്തിനെ പിടിച്ചാണ് സത്യം ചെയ്യുക. സന്താനഗോപാലൻ കഥയൊക്കെ നോക്കുന്ന സമയത്ത് കഥകളിലൊക്കെ കാണിക്കും, ബ്രാഹ്മണൻ അർജുനോട് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത കുട്ടിയെ സംരക്ഷിക്കും എന്ന് അങ്ങയുടെ ഗാണ്ഡീവത്തെ പിടിച്ച് സത്യം ചെയ്യും എന്നാണ്. കാരണം അർജുനൻ അത്രയധികം സ്നേഹമാണ് ഗാണ്ഡീവത്തോട്. ഗാണ്ഡീവം വെച്ച് അദ്ദേഹം യുദ്ധം ചെയ്യാത്ത ആൾക്കാരില്ല.
സാക്ഷാൽ മഹാദേവൻ കിരാതമൂർത്തിയായിട്ട് പാശുപതാസ്ത്രം കൊടുക്കാൻ വന്ന സമയത്ത് മഹാദേവനോട് പോലും ഈ ഗാണ്ഡീവം വെച്ചാണ് അർജുനൻ യുദ്ധം ചെയ്യുന്നത്. ഗാണ്ഡീവം മാത്രമല്ല അഗ്നിദേവൻ കൊടുത്തിട്ടുള്ളത് അർജുനന്, ഒപ്പം തന്നെ ഒരു അമ്പൊടുങ്ങാത്ത ആവനാഴിയും കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇത് രണ്ടുമായിരുന്നു അർജുനന്റെ ഏറ്റവും വലിയ ബലം. എന്നാൽ അതേ ബലം ധർമ്മയുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന ആ മഹാഭാരത യുദ്ധത്തിൽ വെച്ച് ഗാണ്ഡീവം കയ്യിൽ നിന്ന് പോകുന്ന അർജുനനെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ധർമ്മ സംരക്ഷണത്തിന് കൊടുത്തിട്ടുള്ള ആയുധമാണ്. അത് കയ്യിലിരിക്കുമ്പോൾ ബോധ്യം വേണം, ഇത് ധർമ്മം സംസ്ഥാപനം ചെയ്യാനുള്ളതാണ്. നമ്മുടെയൊക്കെ കയ്യിൽ ഒരു ഗാണ്ഡീവം വേണ്ട കാലഘട്ടമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. ധർമ്മത്തിന് ച്യുതി ഉണ്ടാവുന്ന സമയത്ത് കാലാകാലങ്ങളിൽ ഞാൻ അവതാരങ്ങൾ എടുത്തുകൊണ്ടേ ഇരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോഴും കൽക്കിക്കൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. ഭഗവാൻ വന്ന് ഇതൊക്കെ ശരിയാക്കും എന്നാണ് ധാരണ. നമ്മുടെയൊക്കെ കയ്യിൽ നമ്മുടെ മനസ്സും നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിയാകുന്ന ഗാണ്ഡീവം ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. ആ ഗാണ്ഡീവം ഉപയോഗിച്ച് ധർമ്മ സംസ്ഥാപനം ചെയ്യേണ്ടത് നമ്മുടെ കൂടി ധർമ്മമാണ് എന്നുള്ളതും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് അർജുനന്റെ കഥ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ഗാണ്ഡീവത്തിന് ഇത്രയധികം കരുത്തുണ്ടെങ്കിലും 108 ഞാണുണ്ടെങ്കിലും അത് ധർമ്മബോധം ഇല്ലാത്ത ഒരുത്തന്റെ കയ്യിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. മറിച്ച് ധർമ്മ സംസ്ഥാപനം ചെയ്യേണ്ടത് എൻ്റെ അവകാശമാണ് എന്ന് ബോധ്യമുള്ളവന്റെ കയ്യിൽ വേണം ആയുധം ലഭിക്കാൻ. നമ്മുടെ കയ്യിലും ഒരു ആയുധം ഭഗവാൻ വെച്ച് തന്നിട്ടുണ്ട്. അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇനി ഗാണ്ഡീവത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൂടി അവസാനിപ്പിക്കാം. ഈ ഗാണ്ഡീവം കൊണ്ട് അർജുനൻ എല്ലാ യുദ്ധവും ജയിച്ചിട്ടുണ്ട് എന്ന് കരുതരുത്. ഭഗവാൻ ഗുരുവായൂരപ്പന്റെ സ്വർഗാരോഹണം, കൃഷ്ണന്റെ സ്വർഗാരോഹണം ഉണ്ടാവുന്ന സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, അർജുനനോട് പറയൂ, ദ്വാരകയിലെ സ്ത്രീകളെ സാധിക്കുമെങ്കിൽ രക്ഷിക്കൂ. ദ്വാരകയിലെ സ്ത്രീകളെ രക്ഷിക്കാനായിട്ട് അർജുനൻ പോകുന്നു. അവിടെ വരുന്ന ശത്രുക്കളുമായിട്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നു. ഗാണ്ഡീവം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അമ്പൊടുങ്ങാത്ത ആവനാഴി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ദ്വാരകയിലെ സ്ത്രീകളെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോകുന്നത് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുന്ന ഗാണ്ഡീവമുള്ള അർജുനനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അദ്ദേഹം ഗാണ്ഡീവം ഉപയോഗിക്കുന്നത് ഊന്നുവടിയായിട്ടാണ്. അത് കുത്തിപ്പിടിച്ച് ഹസ്തിനപുരിയിലെത്തി സിംഹാസനത്തിൽ ഇരിക്കുന്ന ധർമ്മപുത്രരോട് അർജുനൻ പറയുന്നുണ്ട്, ഏട്ടാ, നമ്മൾ വഞ്ചിക്കപ്പെട്ടു, ഭഗവാൻ നമ്മളെ വിട്ടുപോയി. ഇത്രയും നാൾ അദ്ദേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഗാണ്ഡീവത്തിന് ഉറപ്പുണ്ടായിരുന്നത് എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു എന്ന് പറയുന്ന അർജുനനെ നമുക്ക് കാണാം. ഇനി നമുക്കും ഈ ഭൂമിയിൽ അധിക സമയമില്ല, വാനപ്രസ്ഥം തുടങ്ങേണ്ട സമയമായി എന്ന് ധർമ്മപുത്രർ ഉപദേശിക്കുന്നു. അവിടെയാണ് ആ യാത്ര തുടങ്ങുന്നത്, ഹിമാലയത്തിലേക്ക്. ആ യാത്രയിൽ അഗ്നിദേവൻ അർജുനനോട് പറയുന്നുണ്ട്, ഈ ആയുധം ഇത് പാഴാക്കരുത്, ഇത് ധർമ്മ സംസ്ഥാപനത്തിനുള്ളതാണ്. ഇത് നീ അല്ലെങ്കിൽ അടുത്ത കാലത്ത് വരുന്ന ആരൊക്കെ ഉപയോഗിക്കാനിരിക്കുന്നു, അതുകൊണ്ട് തിരിച്ച് ഇത് വരുണദേവന് കൊടുക്കണം. അങ്ങനെ അർജുനൻ വീണ്ടും തൻ്റെ അത്രയും കാലത്തെ ആയുസ്, 65 വർഷക്കാലമാണ് ആ ധനുസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതെന്നാണ്. 65 വർഷം തൻ്റെ ഒരു അവയവം പോലെ കൊണ്ടു നടന്ന ആ ധനുസിനെ വരുണനെ ഏൽപ്പിച്ചിട്ടാണ് ആ അർജുനൻ എന്ന് പറയുന്ന ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള നരനാരായണന്മാരിൽ നരനായിട്ടുള്ള അർജുനൻ വാനപ്രസ്ഥം തുടങ്ങുന്നത്. അപ്പോൾ ആ ഗാണ്ഡീവത്തിൻ്റെ കഥയെ ഒന്ന് അനുസ്മരിക്കാൻ ഒരവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നിരവധിയായിട്ടുള്ള ആയുധങ്ങൾ നമ്മളൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നത് കഥേമമയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.